ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏറ്റവും സിമ്പിളായിട്ട് നല്ല ടേസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന 3 റെസിപ്പീസാണ് ഞാൻ ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ ആദ്യത്തെ റെസിപ്പിക്ക് വേണ്ടി ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുക. ബീഫ് ചേർക്കുമ്പോൾ ഇതുപോലെ ഇത്തിരി വലിയ പീസാക്കിയിട്ട് ആ ഗീയോട് കൂടിയുള്ള പീസ് ചേർക്കുമ്പോഴായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വേറെ ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കാണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇതിപ്പോൾ വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. ഇഞ്ചി ചതച്ചത് സെപ്പറേറ്റ് ആയിട്ടാണ്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്നിച്ച് ചതച്ച് ചേർത്താലും മതി. ഇതിപ്പോൾ സെപ്പറേറ്റ് അങ്ങനെ ചതച്ച് വെച്ചിരുന്നത് കൊണ്ട് ആവശ്യത്തിന് അത് ചേർത്ത് കൊടുക്കുക. ഇനി ഒരല്പം മാത്രം മുളക് പൊടി, ഒരു കളറിന് വേണ്ടി ഒരിത്തിരി മല്ലിപ്പൊടി, അതുപോലെ കുറച്ച് ഗരം മസാലയുടെ പൗഡർ കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം, ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതിൻ്റെ അല്ലിയൊക്കെ ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കുക. ഒന്നിൻ്റെയും കറക്റ്റ് ഒരു മെഷർമെൻ്റ് ഇല്ല കേട്ടോ. എനിക്കെല്ലാം ഒരു കൈക്കണക്കിൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരു 2 സവാളയൊക്കെ എടുത്തിട്ടുണ്ട്, ഇതുപോലെ സ്ലൈസ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് നമ്മൾ ഉള്ളിയും ഒക്കെ ചതച്ചെടുത്തല്ലോ, അത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഇത് വേവിക്കാൻ. കാരണം നമുക്കിതിൻ്റെ സ്റ്റോക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി ഇത് ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ. അപ്പോഴാ ബീഫിലേക്ക് അതിൻ്റെ എല്ലാ മസാലയുടെയും ടേസ്റ്റ് വരുള്ളൂ. ഇനി ബീഫ് വേവാകുന്ന ആ ഒരു ടൈം എല്ലാവർക്കും അറിയാമല്ലോ. അതവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് റെഡിയാക്കാനുള്ള പോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള റൈസൊക്കെ റെഡിയാക്കുന്ന ടൈമിൽ നല്ല ചൂട് കട്ടിയുള്ള പാത്രം തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ബേ ലീഫും അതുപോലെ ഹോൾ മസാലസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. നല്ലൊരു ഫ്ലേവർ വരും. അപ്പോൾ ആ ഒരു ഫ്ലേവർ വേണം നമ്മുടെ എല്ലാ ഫുഡിലേക്കും ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ബാക്കി സവാള മറ്റേ ചതച്ച് വെച്ചതെല്ലാം ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മുടെ ബീഫ് ഒരു വിസിലൊക്കെ പോയി സ്റ്റീമൊക്കെ പോയ ശേഷം ഞാനിത് അളന്നെടുത്ത് വെച്ച വെള്ളമാണ്. അളന്നെടുത്ത് വെച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നതിൻ്റെ അതിൻ്റെ ഇരട്ടി വെള്ളത്തിൽ ചെയ്തെടുക്കുക. അപ്പോൾ ആ സ്റ്റോക്ക് ചേർത്തിട്ട് ബാക്കി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിലേക്ക് റൈസ് വേവാൻ വേണ്ടി എന്തായാലും ഒരു ഇത്തിരി ഉപ്പ് കൂടി വേണമല്ലോ. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊരു 10 മിനിറ്റൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ്, ലോങ് റൈസോ അല്ലെങ്കിൽ കൈമ പോലുള്ള ചെറിയ റൈസോ ജീരകശാല പോലുള്ള ഏത് അരിയിലും ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടുക. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ റൈസിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ആ മസാല റെഡിയാക്കിയ ടൈമിൽ ഇത്തിരി മല്ലിയില പുതിനയില നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴായിരിക്കും നല്ല ഫ്ലേവർ ഉണ്ടാവുക. അപ്പോൾ റൈസ് ഓൾമോസ്റ്റ് കുക്കായി വന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. വേവിച്ച് വെച്ചിരുന്ന ബീഫ്, അതിൻ്റെ സ്റ്റോക്ക് മാത്രമല്ല നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പീസ് ഇതുപോലെ മുകൾ ഭാഗത്തേക്ക് നിരത്തിയിട്ട് കൊടുക്കുക. പിന്നെ അതിൽ ലാസ്റ്റ് കുറച്ചൊരു ഗ്രേവിയൊക്കെ കുക്കറിലുണ്ടാകും, അതോടുകൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് കുഴപ്പമില്ല. ഇനി 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷമാണ് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് വരുന്ന ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ മഞ്ഞ കളറൊക്കെ പല സ്ഥലങ്ങളിലും കുറച്ച് മഞ്ഞ കളറിലൊക്കെയാണ് നമ്മൾ ഇറച്ചിച്ചോറ് റെഡിയാക്കി എടുക്കാറ്. അങ്ങനെയാണെങ്കിൽ ബീഫിൻ്റെ ടൈമിലോ അല്ലെങ്കിൽ റൈസ് വേവിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും സാധാ നമ്മൾ കഴിക്കുന്ന ചോറ് വെച്ചിട്ടും ഇറച്ചിച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അതിലൊക്കെ നല്ല ടേസ്റ്റ് ഇതുപോലെ ചെറിയ അരിയിൽ ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ അടുത്ത റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ അതുപോലെ കുറച്ച് ഫിഷ് ഇതുപോലെ പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു മാരിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് വെളുത്തുള്ളി, അതുപോലെ വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ മുളക് പൊടി,
മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതും റെഡിയാക്കി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച ആ ഉള്ളിക്കൂട്ടുണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പേസ്റ്റ് ആക്കരുത് കേട്ടോ. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരിത്തിരി കൂടി നിന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ആ ഉള്ളിയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടിയും ചതച്ചെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലും കൂടി ചേർന്ന് ഉപ്പ് വരാൻ കണക്കിന് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. പിന്നെ അതിനു മുമ്പ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇതാണ് കേട്ടോ, അരിപ്പൊടി. അപ്പോൾ ഇതുപോലെ വലിയ പീസൊക്കെ മീൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് ഈ മസാല റെഡിയാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഒരല്പം വെള്ളം തളിച്ചതിന് ശേഷം ഇത് മസാല ആദ്യമേ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പൗഡറിന് തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷിൻ്റെ 2 സൈഡിലും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. കുരുമുളകിൻ്റെ പൊടി ചേർക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്തിരി പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മസാല തേച്ച് മാറ്റി വെക്കാം. ഇനി മസാല തേച്ച് വെച്ച മീൻ അവിടെ ഇരുന്ന് ഒരു 10 മിനിറ്റ് ഒക്കെ മസാല ഒന്ന് പിടിച്ചു വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. ആ സമയം കൊണ്ട് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫിഷ് മുളകിട്ടതിൻ്റെ റെസിപ്പി കൂടി ഷെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവാള, കുറച്ച് ചെറിയ ഉള്ളി കൂടി ഞാനതിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഉലുവയും ചെറിയ ഉള്ളിയും കൂടി ചേർന്നൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ആ ഒരു ഫ്ലേവർ ഇറങ്ങി വരുന്ന ടൈമിൽ നമുക്ക് മറ്റുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ എല്ലാം കൂടി ചേർത്ത് ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക. ഒരുപാട് വഴറ്റി നമ്മളിങ്ങനെ തിന്ന സമയം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് സവാള ഇതുപോലെ ഒന്ന് തിരിഞ്ഞ് മറിച്ചും ആ ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആയി വന്നാൽ മതി. അടച്ച് വെക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് പെട്ടെന്ന് റെഡിയാവും. നമ്മളിതുപോലെ കല്ലുപ്പൊക്കെ ചേർത്ത് റെഡിയാക്കുന്ന സമയത്ത് പൊടിയുപ്പ് ചേർക്കുന്നതിനേക്കാളും സവാള പെട്ടെന്ന് വഴന്ന് വരും കേട്ടോ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ 2 തരത്തിലുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലിയും ചേർത്തിട്ടുണ്ട്, സാധാ എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് കായത്തിൻ്റെ പൊടി. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്ന സമയത്തെന്ന് വെച്ചാൽ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. എന്നാൽ അധികം എരിവും ഉണ്ടാവില്ല, നല്ല കളറും കിട്ടും. പിന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കുടംപുളി കൂടി ചേർത്തിട്ട് ഈ മസാല ഒരിത്തിരി വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് പിന്നീട് നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും ചേർത്ത് ഇതിലേക്ക് നമ്മൾ ഒരല്പം അരിപ്പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പലരും മുളക് കറിക്ക് ഒരിത്തിരി തേങ്ങ അരച്ച് ചേർക്കാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ചേർക്കാറില്ല. അപ്പോൾ കറിയുടെ കളറും ടേസ്റ്റും മാറും. അപ്പോൾ അതിരുന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു പാനിലേക്ക് ഒരിത്തിരി ഉലുവയും ആ ഉലുവ എടുക്കുന്നതിൻ്റെ പകുതി മാത്രം പെരിഞ്ചീരകം ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതൊന്ന് തണുത്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ അരിപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ കറിയുടെ കളറൊന്നും പോകില്ല കേട്ടോ. നല്ല റെഡിഷ് കളറിൽ തന്നെ കിട്ടും. കോക്കനട്ട് പേസ്റ്റാണ് ചേർക്കണമെങ്കിൽ കറിയുടെ കളറ് മാറിപ്പോകും. പിന്നെ അത് മുളക് കറിയുടെ കറിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വേറൊരു കളറിലേക്ക് വരും. അപ്പോൾ ചെറിയൊരു തിക്നെസ്സിൽ കിട്ടാൻ വേണ്ടി ഇതുപോലെ ചെയ്താൽ മതി. ഇനി നന്നായിട്ട് അരപ്പ് തിളച്ചതിന് ശേഷം ഫിഷിൻ്റെ പീസൊക്കെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക. ഒന്നിന് മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ വച്ച് കൊടുക്കുമ്പോഴാണ് എല്ലാ മസാലയും ഫിഷിലേക്ക് പിടിച്ചിട്ട് പൊടിഞ്ഞു പോകാതിരിക്കുള്ളൂ. ഇനി ഒന്നില്ലെങ്കിൽ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതുപോലെ ഇതുപോലെ ഒരു മരത്തവി വെച്ചിട്ട് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി.
ഒരു ഗ്രേവിയിലൊന്ന് മുങ്ങിക്കിടക്കുന്ന ആ ഒരു പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ഈ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ ഇതുപോലെ ചെയ്താലാണ്, അല്ലെങ്കിൽ വെന്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. പിന്നെ അടച്ച് വെച്ചിട്ട് ഒരു 7 മിനിറ്റ്. അപ്പോഴേക്കും നമ്മുടെ ഈ മസാല മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് പൊടിക്കരുത് കേട്ടോ. ഇതുപോലെ ഒരു ഇടിക്കുന്നതിൽ വെച്ച് ചതച്ചെടുത്താൽ മതി. അപ്പോഴാണ് കറിക്ക് നല്ല ഫ്ലേവർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പൊടിച്ച് പൗഡറായിട്ട് ചേർക്കുമ്പോൾ ആ കറിക്കൊരു കയ്പ്പ് രസം ടേസ്റ്റ് ചെയ്യും. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ കുറച്ച് കറിവേപ്പിലയുടെ തണ്ടിട്ട് കൊടുക്കാം. നല്ല ഫ്ലേവർ കിട്ടും. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതുപോലെ മീനിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടായിട്ട് ഇടാനുള്ള ആ ഒരു മടി കൊണ്ട് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൽ തന്നെ വെച്ച് കൊടുത്തേക്കാണ്. പിന്നെ ഒരുപാട് ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള കേട്ടോ. ഇത് ഷാലോ ഫ്രൈ തന്നെ ചെയ്തെടുത്താൽ മതി. പിന്നെ ഒട്ടിപ്പിടിക്കാത്ത പാനാകുമ്പോൾ നമുക്കിതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ചിടാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ 2-3 പീസിട്ട് 2 സ്റ്റെപ്പായിട്ട് ചെയ്തെടുക്കാം. മസാല ഫുള്ളായിട്ടും വേസ്റ്റാക്കാതെ ഉള്ളി ചതച്ചതെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാ മസാലയും അതിൻ്റെ മുകളിലേക്ക് ആക്കി വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക. ഒരു സൈഡായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും. ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ മുകൾ ഭാഗത്തൊന്ന് തൂവിയതിന് ശേഷമാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത്. മൊരിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനാകുമ്പോൾ സൂക്ഷിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഫിഷ് ഇട്ടതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അത് ഏത് ഫിഷായാലും. രണ്ടാമത് തിരിച്ചിട്ടതിന് ശേഷം മീൻ സിമ്മിലേക്കിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ കറിയും ഇവിടെ തിളച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ച് ഗ്രേവി ഇത് ഇത്രയും ഉണ്ട്. ഇതിനൊന്നും കൂടി ഇരുന്ന് പറ്റിക്കോളും. നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തത് കൊണ്ട് ഒന്നും കൂടി കുറുകി വരും. ഒരുപാട് കുറുകില്ല, ഒരുപാട് കുറുകും. ഒന്ന് ചെറുതായിട്ട് കുറുകും. പിന്നെ മൺചട്ടിയിൽ ചെയ്യുമ്പോൾ മറ്റുള്ള പാനിൽ ചെയ്യുന്ന പോലെയല്ല, ചെറുതായിട്ടൊന്നും കൂടി ഒന്ന് വറ്റി വരും. ഈ ഒരു ടൈമിലാണ് നമ്മൾ നമ്മുടെ സ്പെഷ്യൽ മസാല ചേർത്ത് കൊടുക്കുന്നത്. അത് ആ ഒരു ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. കറി സെറ്റായിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. നമ്മളിന്ന് വെച്ചിട്ട് നാളെയൊക്കെ കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് വറ്റി കുറുകി മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റിൽ കിട്ടും. പിന്നെ ഈ കറി ഇന്ന് വെച്ചിട്ട് നാളെയാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ നമ്മൾ രാത്രിയൊക്കെ ആകുമ്പോൾ പുളിയുടെ പീസ് ഒന്ന് എടുത്ത് മാറ്റി വെക്കണം. അത് ഏത് കറി വെച്ചാലും അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പുളിയുടെ കുത്തും അതിൻ്റെ ആ ഒരു കട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് മീൻ കറിയുടെ ടേസ്റ്റ് ചില മീനിനെങ്കിലും ഒരു ടേസ്റ്റ് മാറ്റം പോലെ തോന്നും. പുളിയുടെ പീസ് ഇളകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് മാറ്റുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഓവർനൈറ്റ് വയ്ക്കുന്ന കറികളാണെങ്കിൽ മാത്രം. അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 3 റെസിപ്പി, നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയിലൊക്കെ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. നല്ല കമൻറ്റ് കിട്ടിയ 3 റെസിപ്പീസാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്തിടാനും മറന്നു പോകരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.